ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ 37ാമത് അൽഫോൺസ തീർത്ഥാടനം സംഘടിപ്പിച്ചു. ജന്മഗൃഹത്തിലേക്കും കുടമാളൂർ പള്ളിയിലേക്കുമായിരുന്നു കുഞ്ഞു മിഷണറിമാരുടെ തീർത്ഥാടനം. അൽഫോൻസാമയുടെ മധ്യസ്ഥം യാചിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി കുട്ടികൾക്കൊപ്പം പ്രാർത്ഥിച്ചും ഉപവസിച്ചും വിശ്വാസി സമൂഹവും അണിനിരന്നു. 37ാമത് അൽഫോൻസാമ തീർത്ഥാടനം അതിരമ്പുഴ ഫൊറോനയിലേത് ഇപ്പോൾ ഇത് ചാവറയച്ചൻ്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. മാനാനം ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലാണ് അൽഫോൻസാമയുടെ 37ാമത് തീർത്ഥാടനം അൽഫോൻസ ജന്മഗൃഹത്തിലേക്ക് നടത്തപ്പെടുന്നത്. ഭക്തി നിർഭരമായി കുട്ടികളും മാതാപിതാക്കളും മതാധ്യാപകരും എല്ലാ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ വരുന്ന നമ്മളെ നയിക്കുന്ന ഒരു വല്ലാത്ത ചിന്തയുണ്ട്, ഭൗതികവൽക്കരണത്തിൻ്റെ സ്വാധീനം. ആ തലത്തിലാണ് ഞാൻ പറയുന്നത്, അൽഫോൻസാമ്മ നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു റോൾ മോഡലാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂല്യമായിട്ട് അൽഫോൻസാമ്മ കണക്കാക്കിയത് തൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നതാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഇല്ല എങ്കിൽ, ദൈവാത്മാവില്ല എങ്കിൽ അർത്ഥരഹിതമാനതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ നാഥനെ നഷ്ടപ്പെടുത്തേക്കുള്ള പോക്ക് അത് അപകടകരമാണ് എന്ന ഒരു സംശയമില്ല. മറ്റുള്ളവനെ ഉൾക്കൊള്ളുന്നതായിരിക്കണം, ഇൻക്ലൂസീവായിരിക്കണം, എക്സ്ക്ലൂസീവ് ആകാൻ പാടില്ല, മാറ്റി നിർത്തപ്പെടുന്നതല്ല, ചേർത്ത് നിർത്തപ്പെടുന്നതായിരിക്കണം. അപ്രകാരമുള്ള ഒരു മനോഭാവം ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഇടയാകട്ടെ എന്ന് അൽഫോൻസാമ്മ അതിന് നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ ശക്തമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന ഒരു പറ്റം ആയിരക്കണക്കിന് ആളുകൾ, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരുടെയും തപ്തമായ പ്രാർത്ഥന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരികയാണ്. വലിയൊരു അത്ഭുതം പോലെയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രവാഹം. കാരണം 36 വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറിയ തോതിൽ ആരംഭിച്ചത് ഓരോ മനസ്സുകളിലൂടെയും ഓരോ വീടുകളിലൂടെയും അതിൻ്റെ സന്ദേശം കടന്നു വന്ന് ഈ 37ാം തീർത്ഥാടനത്തിൽ അത് കൂടിച്ചേരുകയാണ്. പ്രത്യേകിച്ചും ഈ വർഷത്തിൻ്റെ പ്രത്യേകത മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ, ദൈവം മനുഷ്യനായതിൻ്റെ 2025 ആണ്ട് ആഗോള സഭ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഭയും ചങ്ങനാശ്ശേരി അതിരൂപതയും ഒക്കെ ആ ആഘോഷത്തിൽ ഭാഗഭാക്കാകുകയാണ്. അതിരൂപതാധ്യക്ഷൻ വളരെ കൃത്യതയോടെ നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തീർത്ഥാടനം ത്യാഗത്തിൻ്റെ രൂപയിലായിരിക്കണം. എല്ലായ്പ്പോഴും തീർത്ഥാടനങ്ങൾ ത്യാഗത്തിൻ്റെ രൂപയിലായിരുന്നു. സഭയുടെ പിറവി മുതൽ ഇങ്ങോട്ട് തീർത്ഥാടനത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുകയാണ്. കാരണം അപ്പസ്തോലന്മാരുടെ കബറിടങ്ങളിലേക്കായിരുന്നു തീർത്ഥാടനമൊക്കെ ആരംഭകാലത്തെ എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് തീർത്ഥാടനങ്ങൾക്ക് പല മാനങ്ങളുണ്ടായി. പുണ്യപ്പെട്ട ഇടങ്ങൾ തേടി ആളുകൾ പോകുന്നത് ഏതെങ്കിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതിനപ്പുറത്ത് തീർത്ഥാടക സ്വഭാവം സഭയ്ക്കുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ്. ഈശോ മിശിഹാ പറഞ്ഞല്ലോ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നത്. യഥാർത്ഥത്തിൽ സമകാലിക ലോകം കടന്നു പോകുന്ന വഴികളിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ആളുകളെ ഈ തീർത്ഥാടന വഴിയിൽ നമുക്ക് കാണാം. ഈ ഭവനത്തിലേക്കുള്ള അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിച്ചിട്ട് 37 വർഷമായി. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് ഈ പദയാത്ര നടത്താറ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 18 ഫൊറോനകളിൽ നിന്നായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കാൽനടയായി ഇവിടേക്ക് കടന്നു വരുന്നത്. ജാതി മതഭേദമന്യേ ആത്മീയ മാനസിക സൗഖ്യം നേടുവാൻ അനുദിനവും അനേകം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെയും അശരണരായവരുടെ ഉന്നമനത്തിനായിട്ടാണ് സിസ്റ്റേഴ്സ് പരിശ്രമിക്കുന്നത്. എല്ലാം ദൈവസന്നിധിയിൽ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു ഉപകരണങ്ങളായിട്ട് മാത്രമാണ് സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്നത്. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നൽകുവാനുള്ളത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. സാധാരണ രീതിയിൽ വിശുദ്ധ ബൈബിളിനെയാണ് നമ്മൾ സുവിശേഷം എന്ന് പറയുക. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളും ജീവിതവും സുവിശേഷം ആയിരിക്കണം, ആകണം. ഇന്ന് ഗുഡ്നസ് ടിവിക്ക് വേണ്ടി സംസാരിക്കാനിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഒരു സുവിശേഷമുണ്ട്. നമ്മുടെ 2 പ്രിയപ്പെട്ട സഹോദരിമാർ 8 ദിവസമായി ജയിലിലായിരുന്നു. എന്നാൽ അവർക്ക്
ജാമ്യം ലഭിച്ചു എന്ന സന്തോഷകരമായ വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിശ്ചയമായും അതൊരു ദൈവത്തിൻ്റെ ഹിതമായി ഞാൻ കരുതുന്നു.